റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്. കോടികളുടെ തട്ടിപ്പ് നടന്ന അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ ഭരണസമിതിക്കും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെയും തട്ടിപ്പിന് കൂട്ടുനിന്ന ജീവനക്കാർക്കെതിരെയും രണ്ടാം ഘട്ട സമര പ്രഖ്യാപനവുമായി നിക്ഷേപ സമിതി. ഭരണസമിതിക്കാരെ ജയിലിലടയ്ക്കുക, കള്ളന്മാരെ തുറങ്കിലടയ്ക്കുക. നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പും കൊള്ളയും നടത്തിയ അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ ഭരണസമിതിക്കും തട്ടിപ്പിന് കൂട്ടുനിന്ന ജീവനക്കാർക്കും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സംഘത്തിനു മുൻപിൽ റിലേ സത്യാഗ്രഹവും തട്ടിപ്പിന് കൂട്ടുനിന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വീടുകളിലേക്ക് മാർച്ചും പോലീസിൽ പരാതി നൽകാനും തീരുമാനിച്ചു. ഇങ്ങനെ 120 കോടി രൂപയോളം അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിൽ 93 കോടി രൂപയും വ്യാജ ലോണ് എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല. ഇതിലെ ഡയറക്ടർമാർ തന്നെ 8 കോടിയോളം എടുത്തിട്ടുണ്ട്. DP ജോർജ് ഒരു ദിവസം ഒരേ വസ്തു, അത് നിലം 10 സെന്റോ 15 സെന്റോ വെച്ച് എടുത്തിരിക്കുന്നത് 2 കോടി രൂപയോളം എടുത്തിരിക്കുന്നു. വേരിഫിക്കേഷന് ജെആറിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഇവിടെ യാതൊരു രേഖകളുമില്ല. ഇത് നിർവാഹമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. കാരണം എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു. അതുപോലെ മറ്റെല്ലാ ഭരണസമിതി അംഗങ്ങളുടെയും വീട്ടുപടിക്കലേക്ക് ഇനി പിന്നീട് തീരുമാനിക്കാൻ പോകുന്നത് ഈ കിടങ്ങൂർ ഭാഗത്ത് താമസിക്കുന്ന LC വർഗീസ്, അതിനുശേഷം ഇവിടെ അടുത്ത പ്രദേശത്തുള്ള ഓരോരോ ഡയറക്ടർമാരുടെ വീടുപടിക്കിലേക്ക് നമ്മൾ ഈ ധർണാ സമരം കൊണ്ടുപോകും. അതിന് നിങ്ങളുടെ എല്ലാ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ചയിലൂടെ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹകരണ വകുപ്പ് ആക്ട് 65 പ്രകാരം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇതിന്മേൽ യാതൊരു നടപടികളും സ്വീകരിക്കാത്ത സർക്കാർ നടപടിയിലും പോലീസിന്റെ നിഷ്ക്രിയത്വത്തിലും യോഗം ശക്തമായി പ്രതിഷേധിച്ചു. സഹകരണ വകുപ്പ് ആക്ട് 65 പ്രകാരം നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ സഹകരണ വകുപ്പ് ജീവനക്കാർക്കെതിരെയും നിയമോപദേശം നൽകിയവർക്ക് എതിരെയോ ഒന്നും തന്നെ പറയുന്നില്ല. ഈ സംഘത്തിൽ നിന്ന് 126 കോടി രൂപ വായ്പയായി നൽകിയതിൽ 94 കോടിയോളം രൂപയുടെ വായ്പയിൽ ക്രമക്കേട് കണ്ടെത്തുകയും 38 കോടിയോളം രൂപയുടെ വായ്പ തിരിച്ചു പിടിക്കാൻ സാധ്യമല്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ജൂൺ 8-ാം തീയതി ഡയറക്ടർ ബോർഡ് അംഗം VD ടോമി വടക്കംചേരിയുടെ വീട്ടിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും 10-ാം തീയതി റിലേ സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്നും നിക്ഷേപ സമിതി ഇൻസൈറ്റ് റിപ്പോർട്ടിനോട് പറഞ്ഞു. നിക്ഷേപ സമിതി പ്രസിഡന്റ് PA തോമസ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ സമിതി വൈസ് പ്രസിഡന്റ് CP സെബാസ്റ്റ്യൻ, സെക്രട്ടറി യോഹന്നാൻ കൂരൻ, ട്രഷറർ മാർട്ടിൻ മൂഞ്ഞേലി, പൗലോസ് വടക്കുംചേരി, ചെറിയാക്കു കൊറ്റമം, KV മാത്യു, ജോസ് സെബാസ്റ്റ്യൻ, വിനോദ് മൂക്കന്നൂർ, ആന്റണി P ചാനിക്കാട്, LC മഞ്ഞപ്ര തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭരണസമിതിക്കാരെ ജയിലിലടയ്ക്കുക, കള്ളന്മാരെ തുറങ്കിലടയ്ക്കുക. പ്രിയപ്പെട്ട നിക്ഷേപ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സഹപ്രവർത്തകരെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അങ്കമാലി അർബൻ സർവീസ് സഹകരണ സംഘത്തിൽ നിന്ന് തട്ടിപ്പും കൊള്ളയും നടത്തിയ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇതുവരെ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരിനും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നടത്താൻ പോകുന്ന സമരപരിപാടികൾ. ആ സമരപരിപാടികളുടെ തുടർന്നുള്ള സമരപരിപാടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനീയരായിട്ടുള്ള നിക്ഷേപക സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ PA തോമസ് അവരെ ആദരവ് ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെ സമാനതകളില്ലാത്ത ബാങ്ക് തട്ടിപ്പാണ് അങ്കമാലി അർബൻ ബാങ്കിൽ നടന്നിരിക്കുന്നത്. 65 അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ മാന്യതയുള്ള ഏത് വ്യക്തിക്കും മൂക്കത്ത് വിരൽ വയ്ക്കുന്ന രീതിയിലുള്ള കൊള്ളയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മുടെ പൈസ നിക്ഷേപം
തരുന്നതിന് തിരിച്ചു തരുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളോ ഇവിടെ ലോൺ എടുത്തിരിക്കുന്ന ആളുകളോ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരോ ഭരിക്കുന്ന ഗവൺമെന്റോ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അവസ്ഥയിലാണ് നമ്മുടെ സമരമുഖത്തിന്റെ രണ്ടാമത്തെ മുഖം നമ്മൾ തുറക്കുകയാണ്. വരുന്ന 9-ാം തീയതി മുതൽ ഈ ബാങ്കിന്റെ മുന്നിൽ നമ്മൾ അനിശ്ചിതകാലത്തെ തള്ളൽ നടത്തുകയാണ്. അനിശ്ചിതകാലത്തേക്ക് ഇവർക്ക് നാളെ വരുന്നത് വരെ, നമുക്ക് നിക്ഷേപം തിരിച്ചു കിട്ടുന്നത് വരെ, സർക്കാർ ഇടപെടുന്നത് വരെ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ, കള്ളന്മാരെ ഇതിൽ ജയിലടയ്ക്കുന്നവരെ, സർക്കാർ ജീവനക്കാരെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ നമ്മൾ നടത്തുന്ന ധർണ സമരം വരുന്ന 9-ാം തീയതി രാവിലെ മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനം ഞാനിവിടെ നടത്തുകയാണ്. നമുക്ക് ജീവൻപരുടെ പോരാട്ടമാണിത്. നമുക്ക് ഒന്നെങ്കിലും ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുകയേ വഴിയുള്ളൂ. നമുക്ക് രണ്ടാമത്തെ വഴി പറ്റില്ലല്ലോ. നമ്മൾ പൈസ തിരിച്ചു വരുന്നവരെയുള്ള ഈ ജീവൻ മരണ പോരാട്ടത്തിൽ, ഈ സമരത്തിൽ നിങ്ങളെല്ലാവരും നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന്, രണ്ടാം ഘട്ട സമരത്തിന് ആരംഭത്തിന് ഞാൻ തുടക്കം കുറിക്കുന്നു. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. നമ്മളെല്ലാവരുടെയും അപേക്ഷ പ്രമാണിച്ച് നമുക്കറിയാം 1500 രൂപ വെച്ചിട്ട് ഇവിടുത്തെ രോഗികൾക്ക് മരുന്ന് മേടിക്കാനുള്ള ഒരു അവസരം നമ്മൾ നമ്മുടെ അപേക്ഷ പരിഗണിച്ച് ഇവിടെ സ്വീകരിച്ചിരുന്നു. നമ്മളോട് ആലോചിക്കാതെ ഈ രോഗികൾക്ക് കിട്ടുന്ന ഈ നക്കാപ്പിച്ച പൈസ പോലും ഇവർ തടഞ്ഞു വെച്ചിരിക്കുന്നു. അത് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സമര പരിപാടികളെ പറ്റി അവരെ അറിയിച്ചുകൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടം നമ്മൾ ഭാരവാഹികൾ കൂടി ബാങ്കിൻ്റെ സെക്രട്ടറിക്ക്, പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികൾക്കൊക്കെ കൊടുക്കാൻ നമ്മളിതാ പോകുന്നു. നിങ്ങളുടെ എല്ലാവർക്കും വിപ്ലവ അഭിവാദനങ്ങൾ ഒരിക്കൽ കൂടി നടന്നുകൊണ്ട് നിർത്തുന്നു. ഈ സമര പരിപാടികൾ ഇന്നത്തെ പിരിച്ചുവിടുന്നു. ടോമിയുടെ വീട്ടിലേക്ക്, ടോമിയുടെ വീട്ടിലേക്ക് നടക്കുന്ന ധർണ സമരവും നമ്മൾ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ യോഗ നടപടികൾ, ഈ ധർണ പരിപാടികൾ പിരിച്ചുവിടുന്നു, അവസാനിപ്പിക്കുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.